നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ സംസാര വിഷയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്, ഒരു ആഹ്വാനം ഒരു വ്യക്തി നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീധർ വെമ്പു എന്നാണ് പേര്. നിങ്ങൾക്കറിയാവുന്ന സോഹോ ആറാട്ടെ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം, അതായത് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിന്റെ ഒരു കോമ്പറ്റീറ്ററായ സോഹോന്റെ സ്ഥാപകനായിട്ടുള്ള ശ്രീധർ വെമ്പു ഒരു ആഹ്വാനം നടത്തിയിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ഇന്ത്യക്കാര് അമേരിക്ക വിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരുപാട് ക്യാമ്പുകൾ പറയുകയാണ്. അതായത് സംഘപരിവാർ പ്രതികൂല ക്യാമ്പുകൾ എന്ന് പറയുകയാണ്. സംഘികൾ അമേരിക്ക വിട്ട് തിരികെ വരണം. നിങ്ങൾക്ക് നാണമില്ലേ? ട്രംപ് ഇന്നലെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ഇന്ത്യ എന്ന നരകമാണോ, ഇത്രയധികം അധിക്ഷേപം സഹിച്ചുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ നിൽക്കണോ, നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്നുകൂടെ എന്നുള്ള ആഹ്വാനം. അപ്പൊ നമ്മൾ പരിശോധിക്കാമെന്ന വിഷയം എന്ന് പറയുന്നത്, അങ്ങനെ സംഘികൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താണ്? ഓക്കെ, തിരിച്ചു വന്നാൽ ഇപ്പോൾ പലരും പറയുകയാണ്, ഒരു കൂട്ടം ആളുകൾ പറയുന്നു, തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ പശുജീവിതം നയിക്കാം. അങ്ങനെ അമേരിക്കയിൽ ഇന്ത്യക്കാർ തിരിച്ചു വന്നാൽ അവർക്കതാണോ വെച്ചിരിക്കുന്നത്? നമുക്കത് പരിശോധിക്കുന്ന വിഷയം എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഒരു കടുത്ത ഒരു ഇന്ത്യ ഭക്തനായിട്ടുള്ള ഒരു അമേരിക്കൻ, ഒരു NRA, ഒരു ഗുജറാത്തി അനുഭവം കൂടി പറയാം. അദ്ദേഹം കടുത്ത ഇന്ത്യ ഭക്തനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. അദ്ദേഹം 2015 അവസാനമായി ഇന്ത്യയിലേക്ക് പോയത്. ഞാൻ അദ്ദേഹത്തെ ചോദിച്ചു, സാർ, താങ്കൾ നമ്മുടെ ദേശത്തോടുള്ള സ്നേഹം വളരെ നല്ലതാണ്, അംഗീകരിക്കുന്നു, തീർച്ചയായിട്ടും ജന്മനാട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു വികാരമാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. പക്ഷെ താങ്കൾ ഇന്ത്യയിൽ പോയിട്ട് ഒരു 15 വർഷമായി, അല്ല 10 വർഷമായി, പക്ഷെ താങ്കൾക്ക് ഇന്ത്യയോട് ഭയങ്കര വികാരമാണ്, താങ്കൾക്ക് ഒരിക്കലെങ്കിലും ഇന്ത്യയിൽ പൊക്കൂടെ? അദ്ദേഹം പറയുന്നത്, എന്നോട് പറഞ്ഞു, മിഥുൻ, എനിക്ക് പേടിയാണ് ഇന്ത്യയിൽ പോകാൻ. എന്തുകൊണ്ടാണ് താങ്കൾക്ക് പേടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം പോയതാണ്, ഞാൻ പേടിക്കാൻ ആവശ്യമില്ല. എനിക്ക് പേടി എന്ന് വെച്ചാൽ എന്നെ എന്തെങ്കിലും കള്ളക്കേസിൽ കൊടുക്കുമോ എന്നുള്ള പേടിയാണ് എനിക്ക് എന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ചിലപ്പം എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചിലപ്പം ഈ ഒരു പരിപാടിയുണ്ട് ഈ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ, ഈ വണ്ടി തടഞ്ഞു നിർത്തി നമ്പർ പ്ലേറ്റ്, ഗുജറാത്ത് നമ്പർ പ്ലേറ്റ് കണ്ടാൽ മഹാരാഷ്ട്ര പോലീസ് തടഞ്ഞു നിർത്തും. പിന്നെ നമുക്കറിയാം, നമ്മുടെ പോലീസ് വിഭാഗം നമുക്കറിയാലോ, അത് പിടിച്ച് പൈസ വാങ്ങുക. അപ്പൊ അദ്ദേഹം പറയും, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും, ഞാൻ പ്രതികരിച്ചാൽ ചിലപ്പോൾ കൂട്ടം കൂടി ചവിട്ടി മെതിച്ച് എന്നെ ജയിലിലിടുമോ എന്നുള്ള പേടി അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ജനാധിപത്യം എന്ന് പറയുന്നത് വെറും കടലാസിൽ മാത്രമേ ഉള്ളൂ എന്ന് 10-70 വയസ്സായിട്ടുള്ള ഒരു മൂത്ത ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ശരി തന്നെയാണ്. അതായത് കൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് വെറും കടലാസിൽ മാത്രമുള്ള എന്ന് മനസ്സിലാക്കുന്ന ഒരു സംഖ്യയും തിരിച്ചു വരാൻ പോകുന്നില്ല അമേരിക്കയിൽ നിന്ന്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ബേസിക് എന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ അവർക്ക് വേണ്ട ഒരു സ്ട്രക്ചർ ഇല്ല. കാരണം വർഷങ്ങൾ അമേരിക്കയിൽ 10-15 വർഷം താമസിക്കുന്ന അവർക്ക് വേണ്ട ഒരു ഡെവലപ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്നും ഇന്ത്യയിൽ ഇല്ല. കാരണം ഞാനിപ്പോൾ വന്നിരിക്കുന്നത്, ഇന്നലെ ഞാനൊരു വാർത്ത കാണുകയുണ്ടായിരുന്നു, മറ്റേ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു 10 മാധ്യമ പ്രവർത്തനുണ്ട്. അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. ഏഷ്യനെറ്റ് ന്യൂസിലെ വേണുവിന്റെ ചേട്ടനാന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്നലെ ഇരുന്നുകൊണ്ട് അമേരിക്ക തകരുന്നു, അമേരിക്ക തകരുന്നു, അമേരിക്കൻ ചാനലായിട്ടുള്ള യൂട്യൂബിന് ഡോളർ വരുമാനം കിട്ടാൻ വേണ്ടി ചാനൽ ഇരുന്നു കൊണ്ട് അലറി വിളിച്ചു പറയുകയാണ്. അതായത് അമേരിക്ക തകരുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്റെ പോലെ ഹോട്ടൽ റൂമാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് പൈടോർച്ച് എന്ന് പറയുന്ന ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിനെ പറ്റി ചർച്ച ചെയ്യാൻ വന്നിരിക്കുകയാണ്. അടുത്ത ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന AI ബന്ധപ്പെട്ട എത്ര ഓപ്പൺ സമ്മിറ്റുകൾ അമേരിക്ക നടക്കും നിങ്ങൾക്ക് അറിയാമോ? അതിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കുന്ന അമേരിക്കൻ കമ്പനീസ് ആണ്. ഇന്ത്യൻ കമ്പനീസ് പറയുന്നത് എത്ര കോൺട്രിബ്യൂഷൻസ് സോഹോ എന്ന് പറഞ്ഞ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതായത് അടുത്ത ലോകത്തെ നയിക്കേണ്ട ടെക്നോളജികൾ വാർത്തെടുക്കാൻ വേണ്ടി അമേരിക്കൻ കമ്പനിയുടെ ബില്യൺസ് ആണ് അവർ മുടക്കുകയാണ് അങ്ങോട്ട്. ഇന്ത്യയിൽ എന്ത് കൊടുക്കുന്നുണ്ട്? റിസർച്ച് ഡെവലപ്മെന്റ് ഒന്നുമില്ല, സീറോ. കാറ്റും പറയാൻ സാധിക്കില്ല. കാരണം എല്ലാവർക്കും വരുന്ന ആർത്തി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ആർത്തി ചൂഷണം ചെയ്യുന്ന ഒരു എൻവയറമെന്റിലേക്ക് ഒരിക്കലും അമേരിക്കയിൽ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ അമേരിക്കയിൽ വന്ന് അവിടെ ശീലമുള്ള ഒരാളും വരാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, വന്നാൽ പോലും ഈ പറയുന്ന പശുജീവിതം നയിക്കേണ്ട ആവശ്യം അവർക്കില്ല. അമേരിക്കയിൽ ഇന്ത്യക്കാര് റിച്ച് ആണ് എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആണ്. അവർക്ക് ഇന്നൊരു വിഷയമല്ല. ഇപ്പൊ ട്രംപിന്റെ ഈ ഒരു വിഷയമല്ലേ, H1B, $1,00,000, അതൊന്നും ഇവർക്ക് ബാധകമല്ല. ബാധകം വെച്ചാൽ പല ലൂപ്പ് ഹോൾസ് ഉണ്ട് ഇവിടെ. 1 മില്യൺ കൊടുത്താൽ അവർക്ക് എല്ലാവർക്കും ഗ്രീൻ കാർഡ് കിട്ടും. 1 മില്യൺ മുടക്കാൻ പറ്റാത്ത ഇന്ത്യക്കാര് വളരെ ചുരുക്കം എന്ന് എനിക്ക് പറയാൻ സാധിക്കൂ. കാരണം എല്ലാവരും പറയാൻ സാധിക്കില്ല.
ഇപ്പോൾ കടന്നു പോകുന്ന കുട്ടികൾ ഒരു 4-5 വർഷത്തിൽ വന്ന ഇന്ത്യക്കാർക്ക് പ്രശ്നമായിരിക്കും. പക്ഷെ ഇവിടെ വന്ന 2000-ലും 2010-ലും 15-ലും കടന്നു വന്ന ഇന്ത്യക്കാർക്ക് ഈ പറയുന്ന 1 മില്യൺ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. വളരെ മിടുക്കന്മാരാണ്. ഇവിടുത്തെ ഇക്കോ സിസ്റ്റത്തിൽ നിന്ന് പണിയെടുത്ത് കാശുണ്ടാക്കി മിടുക്കന്മാരാണ്. അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാൽ പോലും അവർ ഈ അളിക്കൂത്തിലും ഇൻവോൾവ് ആകാൻ പോകുന്നില്ല. കാരണം ഈ നമ്മുടെ നാട്ടിലെ അഴിമതിയും ഈ മതം കുത്തിക്കയറ്റലും ഒന്നും നടക്കില്ല. അവർക്കറിയാം അവിടെ വന്നാൽ അവർ ജയിലിലായി പോകും പറയും. എന്റെ മൂത്ത സഹോദരൻ പറഞ്ഞ പോലെ അദ്ദേഹം പറയുകയാണ്, ജയിലിലായി പോകും. അതുകൊണ്ട് ഈ പറഞ്ഞ ശ്രീധർ വെമ്പുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഒരു സംഖ്യയും നാട്ടിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. കാരണം വളരെ വ്യക്തമാണ്. അവർക്ക് വേണ്ട ഒരു സിസ്റ്റം അവിടെ ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഡെവലപ്മെന്റ് ഇല്ല, R&D ഇല്ല. അതെല്ലാം എന്ന് പറഞ്ഞ അതിലേക്ക് എത്തണമെങ്കിൽ വർഷങ്ങൾ സമയമെടുക്കും. വേറെ എന്ന് പറയുന്നത് അതിനൊക്കെ സമയം ഒരുപാട് എടുക്കും. പക്ഷെ ശ്രീധര വെമ്പു എന്താണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് റിട്ടയർമെന്റ് ചെയ്ത, അതായത് 65 വയസ്സ് കഴിഞ്ഞ് റിട്ടയർമെന്റ് ചെയ്ത സംഘികളോ അല്ലെങ്കിൽ ഇന്ത്യൻസ് പോലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ നിന്ന് മാറ്റി ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഇന്ത്യ രക്ഷപ്പെടും. മില്യൺസ്, അതായത് ഓരോ റിട്ടയർമെന്റ് ചെയ്ത ഓരോ ഇന്ത്യക്കാരന്റെയും ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ മില്യൺസ് ആണ്. 90-കളിലും 80-കളിലും വന്നവരുടെ ആ പണം ഇന്ത്യയിൽ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറക്കിയാൽ ഇന്ത്യ രക്ഷപ്പെടും. അതുപോലും ഇവർ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാ? വളരെ വളരെ പേടിയാണ് അവർക്ക്. കാരണം പറ്റിച്ചു കൊണ്ടുപോകുന്നുള്ള 90% ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അമേരിക്കയിൽ ഇന്ത്യക്കാരൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. തിരിച്ചു വന്നാലും അവർക്ക് ഇഷ്യൂ അല്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം അവരൊക്കെ അതിഭയങ്കരമായ റിച്ച് ആണ്. അവരൊക്കെ വളരെയധികം, അവർക്കൊക്കെ വളരെ ബാക്കപ്പ് ഉണ്ട്, എല്ലാം. പിന്നെ മിടുക്കന്മാരുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സംഭവം, യഥാർത്ഥമായ സംഭവം ഞാൻ പറഞ്ഞു മനസ്സിലാക്കുന്നത്. ഈ ട്രംപ് ഈ പറയുന്ന ഈ നരകം എന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഇവിടുത്തെ ഇന്ത്യക്കാർക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ഇന്ത്യക്കാർ അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇന്ത്യക്കാരും ഹരാസ് ചെയ്യാൻ വരുന്നില്ല. പിന്നെ ചെറിയ ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, അടുത്ത കാലത്തായിട്ട് RSSന്റെ ഭാഗത്തു നിന്ന് ചെറിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. കുറ്റം പറയുന്നതല്ല. അതായത് RSS മെയിൻ ആയിട്ടല്ല പറയുന്നത്, RSSന്റെ ചെറിയ ഘടകങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ കുറെ പേര് കേട്ട് കാണുമായിരിക്കും, RSS നേതാക്കന്മാരെ വിളിച്ചു എന്ന് പറയുന്നത്. എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവിടെ സെനറ്റേഴ്സ്, ഇവിടുത്തെ MP-മാരെയും MLA-മാരെയും ഇവിടുത്തെ സെനറ്റുമാരെയും കോൺഗ്രസ്മാനെയും ഇവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഇമെയിൽ അയക്കാം. ഞാൻ എൻ്റെ ഇവിടുന്ന് ലാപ്ടോപ്പിൽ നിന്ന് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്മാൻ എനിക്ക് റെസ്പോണ്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ MP റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. അങ്ങനെ ഇവിടുത്തെ നിരവധി ക്രിസ്ത്യൻ അച്ചായന്മാരും ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിലുള്ള ആളുകളും ഇമെയിലുകൾ അയക്കുന്നുണ്ട്. ആർക്കയക്കുന്നുണ്ട്? ഈ പറയുന്ന സെനറ്റേഴ്സിന്. അതായത് ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി ചോദിച്ചറിയാൻ വേണ്ടിയാണ് ഈ RSS നേതാക്കന്മാരെ ഒരുപക്ഷെ